മെയിൻ എൻട്രൻസിൽ നിന്നും ഇതിനൊക്കെയുള്ള ബസ്സുകൾ കയറി നമ്മൾ പെർമിറ്റ് കാണിക്കണം. പെർമിറ്റ് കാണിച്ചിട്ട് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റും, ഈ ഒരു ആർച്ച് വരാം. അവിടെ നിന്ന് വീണ്ടും ഇതിനൊക്കെ നീല വണ്ടികളുണ്ടാവും. ആ വണ്ടി കയറി നേരെ വൈറ്റ് റാൻ ഓഫ് കച്ചിൽ എത്താൻ പറ്റും. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അതിന് പുറമെ ഇതാ കാണുന്ന ഒട്ടക വണ്ടികളുണ്ട്. ഒട്ടകത്തിൻ്റെ പുറയിൽ വണ്ടിയെ കെട്ടി വെച്ചിട്ട് അതിൽ കയറി നമുക്ക് പോകാം. അതിന് പൈസ കൊടുക്കണം, ഫ്രീ ആയിട്ടല്ല. ഈ ആർച്ച് കടന്ന് വേണം ഉള്ളിലോട്ട് പോകാനായിട്ട്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്. പാട്ടൊക്കെ ഇട്ട് ആൾക്കാർ കയറിപ്പോകും. തിരിച്ചു വരപ്പം ഇരിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉത്സവ ആഘോഷത്തോടുകൂടി എല്ലാവരും ആ വെള്ള മരുഭൂമിയിലേക്ക് നടക്കുകയും വണ്ടിയിലും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയല്ല, ഒട്ടകമുണ്ട്. പിന്നെ ഈ ബസ്സുകളുണ്ട്. ബസ്സൊക്കെ ഫ്രീ ആയിട്ടാണ്, ഫ്രീ ആയിട്ട് പോകാം. പിന്നെ നടത്തം ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് കടന്നു പോകാം. അപ്പോൾ ദോർദോയിലെ വൈറ്റ് ഡെസേർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദോർദോ ഇവിടുത്തെ ഒരു കുഗ്രാമമാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ കുഗ്രാമമാണ്. ആ കുഗ്രാമത്തിന് ഇത് വൈബ്രൻ്റ് ആയിട്ടൊരു സ്ഥലമാക്കി മാറ്റിയതിൽ ടൂറിസം വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. റാൻ ഉത്സവം എന്നൊരു പുതിയ ഐഡിയ കൊണ്ടുവന്നു. അത് കംപ്ലീറ്റ് പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ മൊത്തം 3 മാസം എത്തിച്ച് ഇതിനൊരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത്ര പേർക്ക് ഇതുമൂലം ജോലി കിട്ടുന്നുണ്ട്. വികസനത്തിൻ്റെ മാതൃകയാക്കി മാറ്റിയിരിക്കുകയാണ് ദോർദോ. ഏകദേശം ഗ്രേറ്റ് വൈറ്റ് റാൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വെളുത്ത കളറൊരു 3 കെട്ടിടം കാണുന്നുണ്ട്. അവിടെയാണ് ആൾക്കാർ കൂടുന്ന സ്ഥലം. വിശാലമായ മരുഭൂമിയാണ്. ഇതിൻ്റെ ആ മരുഭൂമിയുടെ അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ബോർഡറാണ്. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ദോർദോ എന്ന ഗ്രാമം. വിശാലമായി പരന്നു കിടക്കുന്ന മരുഭൂമിയാണ്. അതിന് നടുക്കൂടെ റോഡ് പണി വെച്ചിട്ടുള്ളൂ. മൊത്തത്തിൽ മരുഭൂമിയായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ചതുപ്പ് നിലങ്ങളാണ്. ഈ ചതുപ്പ് നിലത്തിൽ ഈ വെള്ളം പറ്റപ്പോഴത്തേക്ക് പറയങ്ങ് ഉറയ്ക്കും, എന്നിട്ട് വെള്ള കളറായി മാറും. അതാണ് വൈറ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത്. വെള്ള കളറിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ നടന്ന വെള്ള കളറൊക്കെ നഷ്ടപ്പെട്ടു. വെള്ള കളറിന് കാണണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരത്തേക്ക് നടക്കേണ്ടി വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഞാൻ നിൽക്കുന്നത്, ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ. ഇവിടെയും മരുഭൂമി തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മരുഭൂമിയുടെ നടക്കുന്ന റോഡ് പണിഞ്ഞ് ഒരു എൻഡ് വരെ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വിശാലമായ മരുഭൂമി കേട്ടിട്ടുണ്ട്. ഗ്രേറ്റ് വൈറ്റ് റാൻ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്നു, ആൾക്കാർ കാണാൻ പറ്റും. ഏകദേശം 2-3 മാസം നീണ്ടിരിക്കുന്ന ഉത്സവമാണ്. ആക്ടിവിറ്റീസ്, ഫോട്ടോ, ഡാൻസും ഒക്കെ കാണും. പിന്നെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത് കാണാനായിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ആളുകൾ പോകുന്നുണ്ട്, കുതിരവണ്ടിയിൽ ആളുകൾ പോകുന്നുണ്ട്, ഒട്ടക വണ്ടിയിൽ ആളുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനിൽ ആളുകൾ കയറി പോകുന്നു. അതൊരു കൗതുകമായ കാഴ്ചയാണ്. ഇവിടെ ഒരു ട്രെയിനും കൂടെ ഉണ്ട്. ഇവിടെ 3 മോഡിൽ ട്രെയിൻ ഗതാഗതം, വിമാനം മാത്രമില്ല. ഇപ്പം ഞാൻ നടന്ന് വാച്ച് ടവറിൻ്റെ അടുത്തെത്തി. ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ എൻഡ്. ഈ വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് എല്ലാ ദിവസവും. ഈ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ 2 ഷോ ആണുള്ളത്. ഒന്ന് 6:30-ക്കും മറ്റേത് 7 മണിക്കും. വേറെ ആക്ടിവിറ്റീസൊന്നും ഇവിടെ കാണാനില്ല. സ്പോട്ടാണ് ദോർദോ
കച്ച് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ആളുകൾ ഇഷ്ടം പോലെ വന്ന് മറിയുകയാണ്. ഞാൻ അവസാനം ഗ്രേറ്റ് വൈറ്റ് റാൻ ഓഫ് കച്ചിൽ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാം നല്ല വെള്ള മടലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ നടന്ന് കുറച്ച് വെളുപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയാൽ ആൾക്കാർ നടക്കാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടെ വെളുത്ത മണ്ണിൽ കാണാൻ പറ്റും. ഇന്നലെ ഞങ്ങൾ കുറേ വെളുത്ത മണ്ണിൽ ഉള്ള സ്ഥലത്ത് എത്തിയത്. പക്ഷേ അത്രയും വിസ്താരം ഇതിൻ്റെ അത്ര വിസ്തൃതിയൊന്നുമില്ല അവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റ് വൈറ്റ് റാൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. വാച്ച് ടവറിൽ ഇപ്പോൾ നമ്മൾ പ്രവേശനമൊന്നുമില്ല, എന്താണെന്നറിയത്തില്ല. അപ്പോൾ പക്ഷേ 6:30-ക്കൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഇവിടെ നിന്ന് നല്ലതായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റും. വൈറ്റ് റാനിലെ സൂര്യാസ്തമയം അത് 6:20 ആകുമ്പോൾ സൂര്യാസ്തമയം ഉണ്ടാവും. ഇപ്പം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, സമയമായി വരുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല ജനസമുദ്രം തന്നെയാണ്. വിശാലമായ സ്ഥലമായതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ക്ലോസ്ഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ തിങ്ങി ആൾക്കാർ തോന്നേനെ. ഒരാളിവിടെ ശംഖൊക്കെ വിളിക്കുന്നു, എന്തിനാണെന്നറിയത്തില്ല. റീലൊക്കെ എടുക്കുന്നു, ഡാൻസൊക്കെ കളിച്ച്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള ഏതോ ഒരു ലേഡീസ് ഉള്ളി ഗ്രൂപ്പാണെന്നുള്ളത്. ലേഡീസ് ഉള്ളി ഗ്രൂപ്പുകാരാണ് കൂടുതൽ ഈ ഡാൻസൊക്കെ കളിക്കുന്നത്. ട്രെയിനിൽ സൂര്യാസ്തമയമാണ്. സൂര്യൻ പൂർണ്ണമായിട്ട് താന്നു പോകുന്ന കാണാൻ പറ്റുന്നില്ല. അവിടെ കുറച്ച് മഞ്ഞായിട്ടുണ്ട്. ധോലാവിര എത്തുന്നതിന് മുമ്പാണത്. ധോലാവിര കഴിഞ്ഞിട്ടാണ് സൂര്യാസ്തമയം. കഴിഞ്ഞു ചന്ദ്രൻ. ഇന്ന് പൂർണ്ണേന്ദ്രൻ്റെ ദിവസമാണ്. ഇന്നല്ല നാളെ പൂർണ്ണേന്ദ്രൻ വരുന്നത്. ഒരു 360 ഡിഗ്രി എടുക്കുകയാണ് ഇവിടെ നിന്നുള്ള. ആ വാച്ച് ടവർ നേരത്തെ കാണിച്ചാൽ വാച്ച് ടവറിൽ നിന്ന് വളരെ മുന്നോട്ടാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു വൈകില്ലാത്തതുകൊണ്ടാണ് കുറേ കൊടുക്കുന്നത് എന്നുള്ളത്. അത്രയും ദൂരം തിരിച്ചടക്കണം. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇപ്പോൾ 6:30 തുടങ്ങും. അത് കഴിഞ്ഞിട്ട് തിരിച്ചതിൻ്റെ എൻട്രിയിലേക്ക് ഞങ്ങൾ വന്ന സ്ഥലത്ത് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകണം. ഇവിടെയൊക്കെയാണ് ഉത്സവത്തിൻ്റെ സെക്ഷൻ ഗ്രൗണ്ടിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങി. പക്ഷേ ഇവിടെ വെളിച്ചം മാറിയിട്ടില്ല, ഇരുട്ടാവാത്തതിനാൽ അത്ര എഫക്റ്റീവല്ല. അതുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ നിൽക്കാതെ തന്നെ തിരിച്ചു പോവുകയാണ്. ഈ ബസ്സിനകത്തൊക്കെ ഭയങ്കര ഇടിയാണ്. ആൾക്കാർ കയറാൻ പോലും പറ്റാത്ത രീതിയിൽ ഇടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ വരെ പോകാൻ വിചാരിക്കുകയാണ്. അവിടെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കണ്ട് നടന്ന് പോകാൻ വിചാരിക്കുകയാണ്. ഇവിടെ ആർച്ചുകൾ കെട്ടിയിട്ടുണ്ട്. ആർച്ചിലൊക്കെ തന്നെ LED ബൾബുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. തിരിച്ചു പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട് ഇനി അങ്ങ് വരെ. അവിടെ നിന്ന് ബസ് കയറി പോകണം. ഇവിടുന്ന് ബസ് കയറണമെന്ന് വിചാരിച്ചു. ഒന്നുകൂടെ നടന്ന് സ്ഥലങ്ങളെ കണ്ടു പോകാമെന്ന് വിചാരിച്ചു. പ്രോഗ്രാംസൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇവിടെ എന്നാൽ നിന്നുമൊക്കെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ VIPസിനുള്ള എൻട്രിയാണ്.
सस जा मेणा मुके कीन बादल जी मनी के मिठी ती लगे सस जा मेणा मुके कीन लगे